അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. വിശുദ്ധ ലൂക്ക 2:7. മഞ്ഞു പൊതിയുന്ന മാമരം കോച്ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലഹേമിൽ യൗസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു, ഈ ലോകനാഥന്നിടം തരില്ലേ. പുൽക്കൂട്, ഇല്ലായ്മയുടെ നിറത്തൊട്ടിൽ. ദൈവം തമ്പുരാന്റെ ജനനം കാലിത്തൊഴുത്തിൽ. 2 വയസ്സിൽ സ്വന്തം നാടുവിട്ടുള്ള ഒളിച്ചോട്ടം പരദേശി. ജീവിതം പാവപ്പെട്ട തച്ചന്റെ മകനായി. മരണം മരക്കുരിശിൽ. എന്നാൽ അത്ഭുതം ഇതൊന്നുമല്ല. ഈ ഇല്ലായ്മയുടെ നടുവിലും പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും ഈശോയും ഒരിക്കലും ഒരു പരാതിയും പരിഭവവും പറയുന്നില്ല. ഇല്ലായ്മയെ ഉള്ളായ്മയുടെ നിറവാക്കി മാറ്റിയ ദൈവപുത്രൻ. ഇല്ലായ്മയെ എത്രമാത്രം വെറുക്കുന്നവരും ഭയപ്പെടുന്നവരും ആണ് നാം. ദാരിദ്ര്യം ആഭരണമാക്കി ഒരേ ഒരു ഉടുപ്പ് ധരിച്ച് ജീവിതം ആഘോഷമാക്കി മാറ്റിയ അസീസിയിലെ ഫ്രാൻസിസ്. പുൽക്കൂട്ടിലേക്കും ഈ മഹത് വ്യക്തികളിലേക്കും നടുനടുക്കാൻ ഞാൻ എത്രയോ ഘാതം പിന്നിടണം. ചിന്തിക്കാം, പ്രാർത്ഥിക്കാം, ഇല്ലായ്മയെ സ്നേഹിക്കാം. സൽക്രിയ. ഇന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഉപേക്ഷിക്കാം. ഒന്നിനെക്കുറിച്ചും പരാതി പറയാതിരിക്കാം.